ഡേ 2 സലാല. പതിപോലെ രാവിലെ ഇറങ്ങി. ഞാനുണ്ട്, റനേഷ് ഭായി ഉണ്ട്, ഷബീർ ഭായി ഉണ്ട്, ബൈജുമായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് കൂട്ടിയതാണ്. പുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത്. പുള്ളിക്കാകുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് അറിയാം. സലാലയുടെ ഒരു കുന്നിൻ്റെ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിട്ടുണ്ട് സലാല ടൗണും എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. കുറേ നേരത്തൊരു അരമണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. വളരെ മനോഹരമായൊരു കുന്നിൻ്റെ മുകൾ ഭാഗമാണ്. അപ്പോൾ മഴക്കാലമാണെങ്കിൽ ഈ രണ്ട് സൈഡും നല്ല അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം മരങ്ങളെല്ലാം ഉണങ്ങി വരണ്ടാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല കയറ്റം കയറി വേണം പോകാൻ. കയറ്റവും ഹെയർ പിൻ വളവുകളും എല്ലാം വളഞ്ഞു വേണം അതിൻ്റെ മുകളിൽ എത്തിച്ചേരാൻ. ഗൈസ്, ഞങ്ങളിത് ഇങ്ങനെ ഈ മലയുടെ മുകളിലെത്തി. ഷബീർ ഭായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. രമേഷ് ഭായി വണ്ടിയുടെ സൈഡിൽ പോയി നിൽപ്പുണ്ട്. ശരിക്കും നമ്മൾ സീസൺ ടൈമിലാണ് വരുന്നതെങ്കിൽ ഇത് ഫുള്ള് നല്ല പച്ചപ്പായിരിക്കും. നമ്മുടെ മൂന്നാറും അല്ലെങ്കിൽ കുട്ടിക്കാനമൊക്കെ പോലെ വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണിത്. ഇഷ്ടംപോലെ വിശാലമായ ഏരിയ. അങ്ങനെ പറഞ്ഞ് അവസാനം റനേഷ് ഭായി ഇവിടെ ഒന്നും മടുത്ത് ഞങ്ങളിവിടെ നടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കാറ്റുണ്ട്, നല്ല മഴ മൂടൽ കാണുന്നുണ്ട്. മേഘങ്ങളിങ്ങനെ നല്ല ആവരണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ സീസൺ ടൈമിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഇവിടെ നോക്കുമ്പോൾ താഴെ വാതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം മരങ്ങൾക്കൊക്കെ പച്ചപ്പൊക്കെ കാണാം ഇവിടെ. അത്യാവശ്യം മരങ്ങളുടെ പച്ചപ്പും മൃഗങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പശു, ആട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ അതിനകത്തോട് നടപ്പുണ്ട് താഴെ കൂടെയൊക്കെ. വളരെ മനോഹരമായ സ്ഥലം. കാറ്റുണ്ട് അത്യാവശ്യം നല്ല. ഇതെല്ലാം വീടാ അവരെ ഒട്ടകങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇവിടെ ഫുള്ള് ഒട്ടകം, പശു അതിനെ അവരെ വീടും ഇവിടെ തന്നെയാണ്. ഇതിലൂടെയുള്ള ലോക്കൽ ആൾക്കാരുടെയാണോ അതോ മലയാളികൾ അങ്ങനെ വല്ലവരും വന്ന് താമസിക്കുന്നത്? ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ജബലിയാണ് മല വായിക്കുള്ളൂ. അറബികളല്ല, മലയാളികളൊന്നുമില്ല. ബംഗാളികളുണ്ടാവും കുറേ എപ്പോഴും പണിക്കാരായിട്ടല്ലേ. ഞങ്ങളൊരു കുളം കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കുറേ താഴോട്ട് ഇറങ്ങി നടന്ന് പോകണം. ഇവിടെയൊക്കെ ഒട്ടകത്തിൻ്റെയും പശുവിൻ്റെയൊക്കെ ചാണകം വന്ന് കിടക്കുന്നു പോകുന്ന വഴിക്ക് ഉള്ളിൽ. ഇത് ഇറങ്ങി താഴെ വരെ ചെല്ലണം. ഷമീർ ഭായി ഉഷാറായിട്ട് നടപ്പുണ്ട്. രമേഷ് ഭായി കുറേ നടപ്പുണ്ട്. എന്നെ ആവേശം നോക്കി പോകാൻ പോകുമ്പോൾ തിരിച്ച് കയറി വരുമ്പോൾ ഈ ആവേശം കണ്ടാൽ മതി. ഈ മനുഷ്യന് കുറേ ഒരു മനുഷ്യനാണ് ഫോൺ വിളിച്ച് സാവകാശം നടന്നു വരുന്നു. ആൾക്കാർ വേറെ ആരൊക്കെ നടന്നു നാട്ട് പോകുന്നുണ്ട്. മലയുടെ അടിവാരത്താണ്. പെട്ടെന്ന് പറഞ്ഞ് ഒരുപാട് താഴെ നടക്കാനുണ്ട്. കുറേ സ്റ്റെപ്പുകളുണ്ട്. പിന്നെ നിരന്ന ഇപ്പോഴത്തെ കോൺക്രീറ്റ് രണ്ട് സൈഡ് കെട്ടി കല്ല് പാകിയ വഴിയാണ്. മലയുടെ അടിവാരത്താണ്.
ഇതാണ് ഇത്രയും നേരം നടന്നു വന്ന് കാണുന്ന കുളവും പരിസരവും. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ദൃശ്യങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ കുളത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഞാൻ ഷമീർ ഭായിയും കൂടെ ഒരു ഷോർട്ട് കട്ട് എടുത്ത് നോക്കിയതാണ്. കുത്തനെയുള്ളൊരു കയറ്റമായിപ്പോയി. കാടിനിടയിൽ കൂടെ കല്ലിൻ്റെ പുറത്തൂടെ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ഷമീർ ഭായി. തൊട്ട് പുറകെ ഞാനും ഉണ്ട്. മുകളിലത്ത് നോക്കാൻ എന്താ കാണുന്നതെന്ന്. വളരെ അമേസിംഗ് ആയിട്ടൊരു സ്ഥലമാണിത്. താഴെ ഒട്ടകങ്ങൾ കുളത്തിനടിയിൽ വന്നു. ഇപ്പൊ മണ്ണാണോ ഒട്ടകമാണോ തിരിയുന്നില്ല. അതുപോലെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ആ മലമോളും കുളവും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് താഴെ ഒരു വാദിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിട്ടേൺ ഇറങ്ങി വരുന്ന വഴിക്ക് ബൈജുവേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു വാദിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം വെള്ളമൊന്നും ഉണ്ടായില്ല. പക്ഷേ സീസൺ ടൈമിൽ നല്ല വെള്ളവും ഉള്ള വെള്ളം. അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പോകുന്ന വഴിയൊക്കെ വെള്ളം കയറി റോഡിലൊക്കെ സൈഡിൽ കൂടെ വെള്ളം ഉണ്ടാവും. ഈ ടെൻറ്റ് കാണുന്നതിനകത്തൂടെ എല്ലാം വെള്ളമൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്ന് വൈകുന്നേരം വന്ന് ഇരിക്കലും ബാർബിക്യൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയി നോക്കുകയാണ്. അതിന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വന്ന് ആ സമയത്ത് വണ്ടി ഇറങ്ങാനേ പറ്റത്തില്ല. അതുപോലെ വെള്ളമായിരിക്കും ഇവിടെയൊക്കെ. ഓഫ് സീസണായതുകൊണ്ട് വെള്ളം അവിടെ അറ്റത്തെങ്ങാനും ഉണ്ടോ എന്നുള്ളത് പോയി നോക്കാനാണ് ഞങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സീസൺ ടൈമിൽ ഈ കല്ലൊന്നും ഈ കാണുന്ന കല്ലുകളൊക്കെ മൂടി വെള്ളം ഉണ്ടാവും. ആ അറ്റത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും. ഓഫ് സീസണായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇല്ല. ആ അറ്റത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളമായിരിക്കും. ഈ പാറക്കല്ലുകളൊന്നും ഈ കാണുന്ന കല്ലുകൾ ഇതൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഇങ്ങോട്ടൊന്നും വണ്ടി കൊണ്ട് വരാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഓഫ് സീസണായതുകൊണ്ട് ഇവിടെ ആകെ ലേശം വെള്ളം. കുറച്ച് ഷമീർ ഭായി വെള്ളം കണ്ട പോലെ അതിനകത്തൊരു ചാടി ഇറങ്ങുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. കാര്യമായിട്ട് വെള്ളം എന്ന് പറയാനില്ല. പക്ഷേ ഓഫ് സീസൺ ടൈമിൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ഇവിടെ ഒന്നും ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റില്ല. ഓഫ് സീസണായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വന്ന് ഒക്കെ കണ്ടിട്ട് പോവാം. ഇത്രേ വെള്ളമല്ലോ ഇവിടെ. ഞങ്ങളിവിടുന്ന് അടുത്ത ലക്ഷ്യസ്ഥാനം തേടിയുള്ള യാത്രയിലാണ്. ഇപ്പോൾ ബൈജേട്ടൻ പറഞ്ഞു ഇവിടെ ചേരമൻ പെരുമാളും ആളുടെ ഒരു ഖബർസ്ഥാനും പിന്നെ തെങ്ങും തോട്ടവും വാഴയും കപ്പളവും ഒക്കെയുള്ള തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ തോട്ടം കാണാൻ വേണ്ടി പോവാണ്. അവിടുന്ന് ഏകദേശം 40 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ വാദിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയി നോക്കാം അവിടെ എന്തെല്ലാം കൃഷികളാണുള്ളത്, അവിടുത്തെ എങ്ങനെയുണ്ട്, അവിടുത്തെ കാണാൻ ഇതിനേക്കാളും മനോഹരമായ സ്ഥലമാണോ എന്നെല്ലാം നോക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. റോഡിൻ്റെ 2 സൈഡിലും തെങ്ങും തോട്ടമാണ്. നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശത്തൂടെ പോകുന്നുണ്ട്. നാടൻ ഏതാ പറയുക ഒരു ഗ്രാമപ്രദേശത്തൂടെ പോകുന്ന പോലെ 2 സൈഡും തെങ്ങും തോട്ടം. വിശാലമായ തെങ്ങും തോട്ടമാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുകയില്ല ഇവിടെ ഇങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു തെങ്ങും തോട്ടം ഉണ്ടാവുന്നു. ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട്. കായ്കൾ തെങ്ങിൽ എല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് കായുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തിന് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സലാലയുടെ ഒരു ഗ്രാമക്കാഴ്ചകൾ. തെങ്ങ്, കപ്പളം, വെറ്റിലക്കൊടികൾ,
ഇഷ്ടംപോലെ വെറ്റിലക്കൊടികളുണ്ട് ഇവിടെ. വാഴയുണ്ട്, ഓലമടൽ. നമ്മുടെ നാട്ടിലെ ഒരു എന്നാ പറയുക, കൃഷി സ്ഥലത്തൂടെ നടക്കുന്ന അതേ ഒരു ഫീല്. റിനേഷ് ഭായി, ഷമീർ ഭായി തകൃതിയായിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ തരുമോ? തെങ്ങയിലൊക്കെ കായൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഒരു ബൈജോട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിയാണ് നമ്മൾ പുള്ളിയെ കൂട്ടി. അപ്പോൾ പുള്ളിക്ക് സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പുള്ളി നമ്മളിവിടെ വന്നു. വളരെ മനോഹരമായ സ്ഥലമാണ്. തെങ്ങൊക്കെ വളഞ്ഞും മുളഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. ഇതാണ് മറ്റേ ചേരമൻ പെരുമാൾ. ഇവിടെ പുള്ളിയുടെ ഖബറടക്കിയ ഖബർസ്ഥാനൊക്കെ ഇതിനകത്ത് ഇവിടെയുണ്ട്. ചേരമൻ പെരുമാൾ എന്നല്ലേ ആളുടെ പേര്? ഷമീർ ഭായിക്കാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നത്. ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. ജോലിക്കാർ പണിയെടുക്കുന്നു. ആണ് ചേരമൻ പെരുമാളിൻ്റെ കബറടക്കിയ സ്ഥലം. ഇവിടെ നേരത്തെ പള്ളി എന്തോ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഫുള്ള് ഈ പ്രദേശം മുഴുവൻ ഇതാണ് കൃഷിയുടെ ഗ്രാമപ്രദേശം പോലത്തെ ഇത്. നല്ല വിശാലമായ സ്ഥലങ്ങളുടെ ഗ്രാമക്കാഴ്ചകൾ. കപ്പളമൊക്കെ ശരിക്കും കൃഷിത്തോട്ടമാണ്. തെങ്ങിന് ഇടവിളയായിട്ട് കപ്പളം, വാഴ, വെറ്റക്കൊടി, ഇതെല്ലാം ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷികൾ. സൈക്കിളിൽ ആൾക്കാർ പോകുന്നു. ഇവിടെയുള്ള പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും. ചേരമൻ പെരുമാളിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ അടുത്ത ലക്ഷ്യം ഒരു ബീച്ചായിരുന്നു. ഒരു ഡ്രൈവിംഗ് ബീച്ചിന് സമാനമായ ഒരു ബീച്ചാണ്. വളരെ വിശാലമായ മണൽപ്പരപ്പുള്ള ഒരു ബീച്ച്. ഞങ്ങൾ ബീച്ചിൽ കൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ നിർത്തി പുറത്തിറങ്ങിയില്ല. ബൈജേട്ടൻ പറഞ്ഞു നമുക്ക് പിന്നെ വെയിലാറിയിട്ട് ഒന്നുകൂടെ ഇങ്ങോട്ട് വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ബീച്ചിൽ കൂടെ വണ്ടി ഇങ്ങനെ ഓടിച്ച് ബീച്ചിൻ്റെ ഫസ്റ്റ് എൻട്രൻസിൽ കയറി അങ്ങേയറ്റത്തോട്ട് എക്സിറ്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലം ഇനി ഉച്ചകഴിഞ്ഞ് വീണ്ടും അടുത്ത ബീച്ചിലോട്ടാണ് പോകുന്നത്. ബീച്ചിൽ പോകണം, യമൻ ബോർഡർ പോകണം. അത് ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ഞങ്ങളുള്ളത്.
നമ്മൾ സീസൺ ടൈമിലാണ് വരുന്നതെങ്കിൽ ഈ കാണുന്ന സ്ഥലം ഇങ്ങനെയല്ല ഉണ്ടാവുക. ഈ താഴ്ഭാഗത്ത് കൂടെ കൂടെ നല്ല കംപ്ലീറ്റ് പച്ച കളറായിരിക്കും. ഫുള്ള് പച്ചപ്പായിട്ടുള്ള സ്ഥലമായിരിക്കും. ഇപ്പോൾ കാണുന്ന വിശദമായ സ്ഥലമാണ്. പക്ഷേ സീസൺ ടൈമിൽ കംപ്ലീറ്റ് പച്ചയാണ്. ഈ കാണുന്ന സ്ഥലങ്ങൾ ഫുള്ള് പച്ചയാണ്. ഇപ്പം ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് വെള്ളം ഒഴുകുന്ന ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ആ കാണുന്ന മലനിരകൾ ഫുള്ള് പച്ചപ്പാണ്. .5 എടുക്കണ്ട, .10 എടുക്കാവോ? .10 എടുക്കാവോ? നടാ ഞാൻ പുറകെ എടുക്കാം. എനിക്ക് കമ്പി നമ്മൾ നല്ലതാണല്ലോ. നടാ ഇയാളോട് വെറുതെ പറയുന്നത് നടാ നമ്മളതെടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാറകളൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് കടലിനടിയിലായിരിക്കണം. വെള്ളമടിച്ചായിരിക്കും ഈ പാറയിൽ തിരയടിച്ച് ഈ പാറയ്ക്ക് ഷേപ്പ് വന്ന് ഒരു ക്യാൻഡിലിവർ പോലെ പല ഭാഗങ്ങളും നിൽക്കുന്നു. അപ്പോൾ ഇതിനടിയിൽ കൂടെ നടക്കാൻ ശരിക്കും പേടിയാവുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് താങ്ങി നിൽക്കുക എന്നുള്ളൊരു കാണുമ്പോൾ തന്നെ അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു പാറയുടെ ഹോളിൽ കൂടെ കടലിൽ തിര ശക്തമായിട്ട് അടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരും. ഏകദേശം ആ ആൾക്കൂട്ടം കാണുന്ന ആ ഭാഗത്താണ് സംഭവം ഉള്ളത്. അവിടെ ചെന്നാലറിയാം ഞങ്ങൾക്ക് ഈ തിരമാല വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് മുകളിലോട്ട് വരുന്നത് കാണാൻ പറ്റുമെന്നുള്ളത്. ഞങ്ങൾ വീഡിയോസിലൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ വൈജേട്ടനോട് ചോദിച്ചപ്പോഴാണ് വൈജേട്ടനാണ് നമ്മൾ ഈ സ്ഥലത്തോട്ട് കൊണ്ടുവന്നത്. എങ്ങനെയാണ് ഈ പാറക്കല്ലൊക്കെ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത് അറിയത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇവിടെ ഒരു 3-4 ഹോളുകളുണ്ട്. അതിനകത്തൂടെയാണ് ഈ വെള്ളം സ്പ്രേ ചെയ്ത് മുകളിലോട്ട് വരുന്നത്. അപ്പോൾ അതിനുകൊണ്ട് സേഫ്റ്റി ഗ്രില്ലിട്ടുണ്ട്. ഞങ്ങൾ കുറേ സമയമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. വെള്ളം വരുന്നത് ഇതുവരെ കാണുന്നില്ല. നോക്കാം. ഞങ്ങൾ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്തു. വെള്ളം വരുന്ന ചീറ്റുന്നത് കാണാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടു, പക്ഷെ അത് വേറൊരു ഹോളിൽ കൂടെ ആയിപ്പോയി. നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീണ്ടും ഞങ്ങൾ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് നടന്നു പോവുകയാണ്. ഈ പാറകൾ കാണാൻ നല്ല രസമുണ്ട്. കാരണം ഇത്ര ക്യാൻഡിലിവറായിട്ട് ഇത് എങ്ങനെ ഇത്രയും ദൂരത്തോട്ട് തള്ളി നിൽക്കുന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. വർഷങ്ങൾ കൊണ്ട്
കടലിൽ നിന്ന് വെള്ളം അടിച്ചടിച്ച് കുറേശ്ശെ പൊടിഞ്ഞു പോയി ഇങ്ങനെ ആയതായിരിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇത് യമനിലോട്ടുള്ള വഴിയാണ്. ഈ വഴി പോയ യമനിലോട്ട് പോയ റോഡ് നമുക്ക് പോകാൻ പറ്റും. സലാലയിൽ നിന്ന് മുകളിലോട്ട് പോകാൻ 2 ട്രാക്കും താഴോട്ട് ഇറങ്ങി വരാൻ 1 ട്രാക്കും ഉണ്ട്. നല്ല കയറ്റമാണ്. 2 സൈഡും പാറകൾ കൊത്തി ഉണ്ടാക്കിയൊരു വഴിയാണ്. നല്ല ഹൈറ്റിൽ 2 സൈഡിലും പാറകൾ നിൽക്കുന്നുണ്ട്. ഏകദേശം ചുണ്ണാമ്പ് കല്ലുകളോട് സാദൃശ്യമുള്ള തരം കല്ലുകളാണ് ഇവിടെ ഉള്ളത്. വഴിയുടെ 2 സൈഡും പാറകൾ തന്നെയാണ്. ഇത് കയറി മുകളിലെത്തിയാൽ അവിടെ നിന്ന് നമുക്ക് ഈ കടൽ കാണാൻ പറ്റുമെന്നാണ് ബൈജേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ഇവിടെ നിന്ന് 20-25 മിനിറ്റോളം എടുക്കും ഈ മുകളിലെത്താൻ. അവിടുന്ന് മലയുടെ മുകളിലെത്താൻ. പിന്നെയും കുറേ ദൂരമുണ്ട് യമൻ്റെ ബോർഡറിലോട്ട്. യമൻ്റെ ബോർഡറിലോട്ട് ഞങ്ങൾ പോകുന്നില്ല. മലയുടെ മുകളിൽ വരെ കയറി അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചിറങ്ങി വരാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പെരുന്നാൾ നാളെയാണ്. അപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ സ്ഥലം. വഴിയിലധികം വണ്ടികളൊന്നും കാണാനില്ല. വളരെ തിരക്ക് കുറവാണ്. അങ്ങനെ ഞങ്ങൾ മലയുടെ മുൾഭാഗം എത്തിയിരിക്കുകയാണ്. താഴെ കാണുന്ന കടലാണ്. മലയുടെ മുകളിൽ നിന്ന് ആകാശവും കടലും കൂടെ ഒന്നായിട്ടാണ് തോന്നുന്നത്. ഇവിടെ എല്ലാം പച്ചപ്പൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ യാത്ര തിരിച്ച് ബാക്ക് ടു റൂം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകുന്ന വഴിയാണ്. ആ കാണുന്ന മല ഇറങ്ങി താഴത്തെ റോഡ് കയറി നമുക്ക് അടുത്ത മല കയറി തിരിച്ച് റൂമിലോട്ട് പോകുന്ന വഴി നമ്മളിവിടെ സൈഡാക്കിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിലൂടെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും.